ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ പ്ലസ് ടുൻ്റെ ക്ലാസ്സുകൾ അതിഗംഭീരമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഓണപ്പരീക്ഷ വരാനായിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലസ് ടുൻ്റെ ആദ്യത്തെ എക്സാമാണ് ഓണപ്പരീക്ഷ എന്ന് പറയുന്നത്. സാർ അതിനി സമയങ്ങളില്ല, ഇപ്പോൾ വന്ന് ഇതെന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ പോകുന്നുണ്ടായിരിക്കുക. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ബയോളജിയുടെയും എല്ലാം തന്നെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ട സിലബസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്ററാണ് എത്രത്തോളം പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ധാരണ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓരോ ടീച്ചേഴ്സായി നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് കെമിസ്ട്രിയുടെ കാര്യമാണ്. കെമിസ്ട്രിയിൽ ആദ്യത്തെ 3 ചാപ്റ്ററായിട്ടുള്ള സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് എന്നീ ചാപ്റ്ററുകളാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഓണപ്പരീക്ഷയ്ക്ക് വരുന്നത്. അതിനപ്പുറത്ത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് കുറച്ച് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ആ ഒരു ചാപ്റ്ററും കൂടെ നോക്കി വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. പ്ലസ് ടു കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്ന 3 ചാപ്റ്ററുകളാണ് ഞാൻ ഈ പറഞ്ഞ 3 ചാപ്റ്ററുകൾ. മാത്രമല്ല ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് ലോസും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ലോസും തിയറംസും അതിനോടൊപ്പം തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടുതലായി ചോദിക്കുന്ന 3 ചാപ്റ്ററുകൾ ഇത് തന്നെയാണ്. അതിനാൽ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റേജ് വളരെ കൂടുതലുള്ള 3 ചാപ്റ്ററാണ്. അതിനുശേഷം വരുന്ന ചാപ്റ്ററുകളൊന്നും തന്നെ ഇപ്പോൾ ഓർഗാനിക് ആയിക്കോട്ടെ, ബയോമോളിക്യൂൾസ് ആയിക്കോട്ടെ, കോർഡിനേഷൻ കോമ്പൗണ്ട്, ഈ ചാപ്റ്ററുകളൊന്നും തന്നെ ന്യൂമറിക്കൽസ് സാധാരണ കൂടുതലായി ചോദിക്കാനില്ല. അതിനാൽ തന്നെ ഈ നിങ്ങൾക്ക് മാർക്ക് പോകാൻ സാധ്യതയുള്ള ചാപ്റ്ററുകളാണ് ഈ 3 ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. സാധാരണ നിങ്ങൾ പബ്ലിക് എക്സാമിന് കൊടുക്കുന്ന അത്രയും തന്നെ പ്രാധാന്യം ഈ ഓണപരീക്ഷയ്ക്ക് ക്രിസ്മസ് എക്സാമിന് കൊടുക്കാറില്ല. പക്ഷെ അങ്ങനെ കൊടുക്കാതിരുന്നാൽ അവസാനത്തെ എക്സാമിന്, നമ്മുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പ്ലസ് ടുവിലെങ്ങാനും മാർക്ക് കുറഞ്ഞാൽ നട്ടം തിരിയുന്നത് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ പോലും തന്നെ കഴിഞ്ഞ വർഷം മാർക്ക് കുറവായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ, സാർ എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, മറ്റു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കാശ് കെട്ടാനായിട്ട് അത്രത്തോളം എമൗണ്ട് എൻ്റെ ഫാമിലിക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല, ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അറിയുന്നില്ല സാർ, ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ജീവിതമേ വെറുത്തു പോകുന്നു എന്ന് പറയുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്കിപ്പോൾ നമുക്ക് സമാധാനിപ്പിക്കുകയല്ലാതെ വേറെ ഒരു വഴിയില്ല. പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് പഠിക്കാതെ പോയാൽ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അവരെല്ലാവരും നേരിടുന്നത്. ആ ഒരു പ്രശ്നം നിങ്ങളെല്ലാവരും നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ ചാപ്റ്ററുകളെല്ലാം തന്നെ ഈ ഓണപ്പരീക്ഷയുടെ ഈ സമയത്തിൽ പഠിച്ച് ക്ലിയർ ആക്കി വെക്കുക. പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് ചുമ്മാ ഒന്ന് നോക്കിയാൽ മാത്രം മതി ഈ 3 ചാപ്റ്ററും ഫുൾ മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ നല്ലപോലെ പഠിക്കും. ഓണപ്പരീക്ഷയുടെ പ്രാധാന്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അതിനാൽ തന്നെ ആ ഒരു പബ്ലിക് എക്സാമിൻ്റെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു എക്സാമിനും കൊടുക്കണം. മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ വേണ്ടി ആദ്യം തന്നെ പഠിച്ചിരുന്ന് തുടങ്ങുക. 3 ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇതിനോടൊപ്പം തന്നെ അഗ്നി ബാച്ചിലെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ആദ്യം മുതൽ അതിഗംഭീരമായിട്ട് ഈ ചാപ്റ്ററുകളെല്ലാം പഠിച്ച് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 995400800 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താലും മതി. അതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നുണ്ടായിരിക്കും, നോട്ട്സ് കിട്ടുന്നുണ്ടായിരിക്കും, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത്. അതല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനാണ് ശ്രമിക്കുകയാണെങ്കിലും തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു എക്സാമിന് ഈ 3 ചാപ്റ്ററുകൾ സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാം ഹാളിൽ കയറാൻ പാടുള്ളൂ. കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.